ആരാ ഈ അറക്കളം കുട്ടപ്പൻ? എന്താ കാര്യം? ഒരു ജപ്തി നോട്ടീസ് ഉണ്ട്. ഞങ്ങളുടെ കിടപ്പാടം കളയിച്ചവനാ കുട്ടപ്പൻ. അവൻ തെണ്ടുന്നത് കണ്ടേ ഞാൻ മരിക്കൂ. കയ്യിൽ ലെറ്ററൊക്കെ ഉണ്ടല്ലോ. ഞാൻ അവിടുത്തെ പോസ്റ്റ്മാൻ. പേര് സുഗതൻ. എവിടെ നിന്ന് വരുന്നു? എന്താ പേര്? ഞാൻ ജില്ലാ കോടതി. സാറിന് എവിടെ പോണം? മീനമ്മ, 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 മീനമ്മ. എന്താടാ? അപ്പോ മീനാമ്മച്ചി ഒന്നും അറിഞ്ഞില്ലേ? കുട്ടപ്പൻചേട്ടൻ ബോധം കെട്ട് വീണു. ഞങ്ങളെ അകത്തേറ്റി കിടത്തിയത്. എന്താ അറ്റാക്കാണോ? ഏയ്, ജപ്തി നോട്ടീസ് വന്നു ഈപ്പ മുതലാളിയുടെ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ മീനാക്ഷിയമ്മേ? നമുക്ക് ഈപ്പനൊന്ന് പോയി കണ്ടാലോ കുട്ടപ്പ? എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പ്രയാസമാ. അങ്ങനെ പറഞ്ഞു നോക്കൂ കുട്ടപ്പ, ഞാനും കൂടെ വരാം. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, 1 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും ആണ് പറയേണ്ടത്. രാത്രി കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും, രാത്രി പിരിയുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക. രാത്രി പിരിഞ്ഞില്ലെങ്കിൽ അപ്പം എന്താണാവോ പറയാ? അതൊന്നും എഴുതില്ലല്ലോ ഇവര്. അതിന് വേറെ കാശ് കൊടുക്കണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാട്ട് ഈസ് ദ ടൈം? 10 മണി. കാലത്ത് 9 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, ഉച്ച ഇരിഞ്ഞ് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നാണ് പറയാ. മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, പിന്നെ ഗുഡ് മിഡിൽ നൈറ്റ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. You have breakfast? Yes, I had. Yesterday you have dinner? Yes, sir. And lunch? Yes. 3 നേരം ഉരുട്ടി വിഴുങ്ങുണ്ടല്ലോ, എന്നിട്ട് ശരീരത്തിലൊന്നും കാണില്ലടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഞാനാണ്. ഇവിടെ ഗുഡ് മോർണിംഗ് കൊടുക്കണോ മേടിക്കണോ തീരുമാനിക്കുന്നത് ഞാനാണ്. നീ ആയിട്ടൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ആർ മാരീഡ്? നോ സർ. ഹൗ മെനി ചിൽഡ്രൻ? സർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കുട്ടികളുണ്ടാവില്ലേ? എന്ത് വൃത്തിയുടെ ആള് പറയണേ. സാരമില്ല ലീലാമ്മേ, അങ്ങേര് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ബിസിനസ് ടൂർ പോകാനായിട്ട്. അതൊക്കെ പോട്ടെ, സത്യത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പം പുതിയതാണല്ലോ, ഇംഗ്ലീഷ് ഒന്ന് പൂച്ചാലോ. Who are you? I am Mr. Kanappan, textile engineer from Delhi. Who is the owner of this factory? These instruments are dangerous for the people. I will never allow the people to work like this. I want to meet the manager right now. Can you let me know who the manager is? Hello, excuse me. What a stupid fellow. I don't know what his problem is. ഇവൻ എന്തിനാ ഇപ്പം എന്നെ ചീത്ത പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഞാൻ 3 ജന്മം ജനിക്കണം. പുസ്തകത്തിൻ്റെ കാശ് പോയ പിശാച്. സാർ എന്താ ഇന്ന് വൈകിയെന്ന് ചോദിക്കടാ. സാറ് വൈകിയില്ലോ, ഞാനല്ലേ വൈകിയത്. ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ. ഒബൈ. ഓ, സാറെന്താ വൈകിയേ? I am coming the factory. One elephant crossed the road. Papan and the elephant fighting. Then I am late. You understand? Yes sir. You get out. ശരി sir. ഇവിടെ വാ. And come 1 tea. Okay. Unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ. ഹലോ, ആരെ? അയാളെ കയറ്റിവിട്, അയാളെ മാത്രം. ഇടിഞ്ഞു പൊളിഞ്ഞ് 5-6 കടമുറി, ഷഡാങ്ക് പടം മാത്രം കളിക്കുന്ന ഒരു പരട്ട തിയേറ്റർ, 2 മനുഷ്യർക്ക് താമസിക്കാൻ പാറാവളയം പോലൊരു കുടി. തനിക്ക് എന്തിനാ കുട്ടപ്പ ഇതിന് മാത്രം സ്വത്തുക്കള്? സ്പിന്നിംഗ് മില്ല് തുടങ്ങാനുള്ള എൻ്റെ വീതം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയ കോടികൾ വിലയുള്ള എൻ്റെ വസ്തുക്കൾ തനിക്ക് ഞാൻ പണയം തന്നത്. 8-10 ലക്ഷം രൂപയ്ക്ക് കൊണ്ട് ഇതെല്ലാം കൂടി പറ്റിച്ചെടുക്കാൻ തനിക്കൊരു മനസാക്ഷിക്കുത്തും ഇല്ലേ ഈപ്പച്ച? നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊന്നും വേലയെടുത്ത് ഉണ്ടാക്കിയ മുതലല്ലല്ലോ കുട്ടപ്പ ഇതൊന്നും. കട്ടും മൂട്ടിച്ചു ഉണ്ടാക്കിയതല്ലേ ഈപ്പച്ച? മോഷണ മുതലിന്റെ വീതം ചോദിക്കാൻ ഇറങ്ങിയതാ താൻ. ഈപ്പച്ച ഓടാ, അറക്കളം പീലിയുടെ മോനെ. ഞാൻ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ മോൻ. ഇട്ടിയും പീലിയും
മുഖം മൂടി വെച്ച് നാട് മുഴുവൻ കട്ടുമുടിച്ച രണ്ട് പെരും കള്ളന്മാര്. പാരമ്പര്യത്തിന്റെ വഴി നോക്കിയാ നമ്മളും കക്കാനിറങ്ങേണ്ടവരാ. പക്ഷെ ഞാൻ മോഷണം അങ്ങ് നിർത്തി. വീട്ടുപേര് പോലും മാറ്റി. മലയിൽ ജുവലേഴ്സ്, മലയിൽ സ്പിന്നിങ് മിൽസ്, മലയിൽ പ്ലാന്റേഷൻസ്. അതേടോ, കുഴിയിൽ കിടന്നവൻ മലയിലോട്ടങ്ങ് കയറി. താനോ വേലയും കൂലിയുമില്ലാത്ത പാഴ് ജന്മം. നിർത്താ. നിന്നോട് ഇറക്കാൻ വന്നത് എന്റെ തെറ്റ്. ദൈവം എന്നൊരാളുണ്ട് കേട്ടോടാ പൊന്ന ഈപ്പ. ഒന്ന് നിന്നേ. എന്തുറപ്പിലാടോ താൻ ദൈവത്തെ കൂട്ടുപിടിച്ചത്? സ്വന്തം അപ്പനെ കൊന്നവനല്ലടാ നീ. നീ അപ്പാവിയ. നിന്നെ ഞാൻ മേല് നോവിക്കുകയല്ല. പക്ഷെ നിന്റെ ഒരു മോനുണ്ടല്ലോ, കൊച്ചു ബേബി, അവനെ ഞാൻ തീർക്കും. പറഞ്ഞു വരുമ്പോ എൻ്റെ ഒരു കൊലപാതകത്തിന് സാക്ഷിയാണവൻ. വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും അവൻ നിരൂപിച്ചാൽ എനിക്ക് സർക്കാർ വക ഒരു കയർ ഉറപ്പാ. 10ാമത്തെ വയസ്സിൽ നിന്നെ പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയവനാ എൻ്റെ കൊച്ചു ബേബി. അവൻ ആയുസോടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു വെച്ച് നിനക്കൊരു നഷ്ടവും ഇല്ലല്ലോ ഈപ്പച്ച. ഇല്ല, ആയുസോടെ എവിടെയെങ്കിലും പണ്ടാറടങ്ങിയ എനിക്കൊരു ദോഷവുമില്ല. പക്ഷേ ഈയിടെയായി ഉറക്കത്തിൽ എനിക്ക് ചില ദുസ്വപ്നങ്ങൾ. നിന്റെ കൊച്ചു ബേബി തിരിച്ചു വരണു. എന്റെ വല്യപ്പച്ചനെ കൊന്ന ഈപ്പച്ചായൻ എവിടെയാണെന്ന് ചോദിച്ചു. ശരിക്ക വല്ലവനും കണ്ട സ്വപ്നത്തിന് നീ കേറി സന്തോഷിക്കലടാ കുട്ടപ്പ. കൊന്നുകളയും ഞാൻ അവനെ. വയസ്സാം കാലത്ത് നിനക്കിനി എന്തിനാടാ ഒരു മോൻ? അവൻ ചത്തുപോട്ടാ കൊച്ചു ബേബി. കൊല്ലടാ അവനെ. തലമുറകളുടെ ശാപമാണ് മീനാക്ഷി അമ്മേ എൻ്റെ അപ്പൻ്റെ ശാപം. ഇപ്പം പറഞ്ഞത് നേരാ. അപ്പനെ കൊല്ലാൻ കൂട്ടുനിന്നവനാ ഞാൻ. പോട്ടെ കുട്ടപ്പ, സംസാരം വേണ്ട. അപ്പൻ കുംസാരിക്കാൻ പള്ളിയിലേക്ക് പോയ ആ പോക്ക് ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. നിനക്കിത് എന്നാ പറ്റിയടാ ഉവേ? പരുന്തുംകാലേ പോവും. ആര്? തലമുറകള് പരുന്തുംകാലേ പോവൂട്ടി. കുട്ടപ്പൻ 2ാം കെട്ട് കെട്ടിയതോടെ വീടൊരു നരകമായി. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? കക്ക കക്ക മുടിയും മുടിയ മുടിയ കക്കും. ഇതെന്റെ മാത്രം കാര്യമല്ല, നിന്റെ ചെറുക്കനും പോക ഈപ്പൻ. വീലിച്ചായൻ എന്നെ വിളിച്ചായിരുന്നു. നിന്റെ ഒക്കെ നിലനിപ്പെന്ന് പറയണത് ഞങ്ങൾ അപ്പന്മാര് കട്ടും മോട്ടിച്ചു ഉണ്ടാക്കിയ മുതലാ. മോനെ ഈപ്പ, മോഷണ മുതല് നിലനിൽക്കുകയില്ല. ഈ ലോകത്ത് തന്നെ അതിന് ശിക്ഷയുണ്ട്. ശിക്ഷയെന്നൊഴിയാൻ പക്ഷെ വഴിയുണ്ട്. തട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയത് മുഴുവൻ അതിൻ്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കുക. ഞാൻ സമ്മതിച്ചു. പക്ഷേ പീലിച്ചായന്റെ മോൻ സമ്മതിക്കുമോ? ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടാം. വെള്ളപ്പുറത്താണല്ലോ നമ്മൾ അലവലാദികളായത്. വെള്ളപ്പുറത്ത് തന്നെ നമുക്ക് അങ്ങ് നന്നാകാം. മുതല് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോ അതിപ്പോ പീലിച്ചായൻ ഒറ്റയ്ക്ക് കൊടുത്താലും ഞങ്ങളും കൂടെ നാറും. നിങ്ങൾ തന്തമാര് പണ്ട് കള്ളന്മാരാന്ന് വെച്ച് ഞങ്ങൾ മക്കൾ എന്തിനാ സഹിക്കണേ? ഞങ്ങൾ കുറെ ഡീസന്റാ പീലിച്ചായ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കാലം വരെ ഇത് ഇങ്ങനെ തന്നെ പോട്ടടാ പീലി. പിള്ളേരുടെ കാലത്ത് അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മതി, ഞാൻ പോണ്. അല്ല പീലിച്ച മാറിയില്ലടാ. കൊല്ലല്ലേ പീലിച്ചായ, കൊല്ലല്ലേ. മോനെ കൊച്ചുപോയി. അപ്പനോ?
അല്ല അപ്പാ, എടാ കൊച്ചുബേബി നീ വന്നേ. എടാ വല്യപ്പച്ചൻ എഴുന്നേറ്റ് പോയത് നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ, പോയിക്കോ. പാതിരയ്ക്ക് നാട് മുഴുവൻ ഓടാൻ ആരുടെ ശുപാർശ വേണ്ട, ഒക്കെ തട്ടിപ്പാ. ഒന്നും മിണ്ടായിരിക്കടി. അത് ഞാനെങ്ങും ഒരു അസുഖവും ഇല്ല. എന്നാലും എന്റെ തമ്പുരാനെ, ഇങ്ങനെയും ഭാവാപനി നടത്തുമോ മനുഷ്യര്? നീ ഒന്ന് പോയേ, പോയേ, പോ പോ പോ. ഹായ്. മാനായും മയിലായും മങ്ങാട്ടച്ചനായും വേഷം മാറാൻ പീലിക്ക് നിമിഷങ്ങൾ മതി. മനുഷ്യരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പക്ഷേ ദൈവം തമ്പുരാന്റെ മുമ്പില് എൻ്റെ മാറുവേഷങ്ങളൊന്നും വില പോവില്ല. നിനക്കറിയോ കൊച്ചു ബേബി, ഇന്ന് എനിക്കെൻ്റെ ഈട്ടി നഷ്ടപ്പെട്ടു. ആ ചോര എൻ്റെ തലമുറകളോട് കണക്ക് ചോദിക്കും. അത് പാടില്ല, പാടില്ല. എനിക്കൊന്ന് കുമ്പസാരിക്കണം. മീനോമച്ചി, മീനോമച്ചി, മീനോമച്ചി. എന്റെ ഈശ്വര, ഈ പാതിരാത്രിയിൽ നീ ഒറ്റയ്ക്ക് വന്നോ? എന്താടാ കുടിയാ വിശേഷം? ഒന്ന് ഫോൺ ചെയ്യണം, പള്ളിയിലോട്ട്. പള്ളിയിലോട്ടോ? നീ വാ. വീട്ടിലെ ഫോൺ അപ്പന്റെ മുറിയിലാ. അപ്പനിതറിയരുതെന്ന് വലിയപ്പച്ചൻ മരക്കുരിശ് മെത്രാപോലീത്ത, സാദാ മെത്രാൻ, സഹായ മെത്രാൻ, അച്ഛൻ, കപ്പ്യാര്, കന്യാസ്ത്രീ, ചെമ്മാച്ചൻ. എൻ്റെ അപ്പൻ്റെ ശവമടക്കിന് ഈ ഇടവക മാത്രമല്ല, ഈ അതിരൂപത മുഴുവനും ഞെട്ടണം. നിങ്ങൾ ബലാത്കരമായി സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവിൻ, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ പച്ച. ഏത് കർത്താവ്? അങ്ങനെ ഒരു ആളില്ലച്ചോ. ഇതൊക്കെ വെറും വയറ്റിപ്പഴപ്പ. ഓ ദേ വേറെ ആരാണ്ടോ മരിച്ചു. അച്ഛൻ ഇന്ന് കോള് തന്നെ. ഈ ഇടവകയിൽ ഇന്ന് എന്താ കൂട്ടമരണോ? ദേ ഫോൺ ഞാൻ എടുക്കാം, അച്ഛൻ എളുപ്പം ഒന്ന് റെഡി ആയിക്കോ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പറയാ എളുപ്പാണ്. ഹലോ, വികാരി അച്ഛനാണോ? അതെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പീരിച്ചായന് കുമ്പസാരിക്കണമെന്ന് ഒന്ന് വീട് വരെ വരണം. ഞാൻ ഉടനെ വരാം. ആരാ ഈ പച്ച? എനിക്ക് തെറ്റുപറ്റി. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പുളുവൊന്നുമല്ല, ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് വിശ്വസിച്ചോ, ഞാനാ പറയണം. ഇല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ തന്നെ എടുക്കണോ? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ, മുന്നിലതാ നിൻ കബറിടമല്ലോ. അതാ ഈപ്പച്ചനല്ലേ? കൂടെ ഉള്ളത് ആരാ? സാറാമ്മച്ചിയുടെ ആങ്ങള ശാണ്ടി. ഓ, പാതാളക്കരണ്ടിയിലെ ചട്ടമ്പി. എന്താ ഇപ്പ? അല്ല, കൊച്ചാങ്ങളെയോ? ഇതെന്താ ഈ നേരത്തെ? വിവരങ്ങളൊക്കെ അകത്തോട്ട് വന്നിട്ട് അകത്തോട്ട് കയറട്ടെ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ കത്തനാരൊരു വിടുവായന. കുംഭസാര രഹസ്യം നാട്ടുകാർ മുഴുവൻ അറിയും. എൻ്റെ അപ്പനോ പോയി. വയസ്സാം കാലത്ത് നിന്റെ അപ്പൻ കൊലക്കുറ്റത്തിന് കയറേ തൂങ്ങും. അതുമല്ല, മോഷണം മുതലൊക്കെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഈ വീട്ടിൽ ഉപ്പുഭരണി മാത്രമേ ശേഷിക്കുള്ളൂ കുട്ടപ്പ. ഞാൻ എന്ത് ചെയ്യണോ നീ പറയുന്നേ? ഇഷ്ടദാനം. അറക്കളം പീലിയുടെ സ്വത്തുക്കള് അതിയാൻ നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതാൻ പോണു. പാതാളകരണ്ടിയിലെ പെണ്ണ് പട്ടിണി കിടക്കാൻ ഒക്കുകയില്ല. ഞാൻ ബലമിച്ചോളാം. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ അളിയ? എടാ ഈപ്പച്ച, എന്റെ അപ്പന് ഇപ്പോഴും 2 പേരുടെ വിലവാ. അത് താൻ വിട്ടുപിടി. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വാ മനുഷ്യ, വാ. അയ്യോ, ആരാ? വികാരിയച്ഛനാണോ? അതേ പീലി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കുപ്പിയില്? ആനവെള്ളാണോ? അല്ല, മൂറോന്തയില്ല.
അന്ത്യകൂതാശയ്ക്ക് 100 തൈലം. കർത്താവേ, എടാ ഈപ്പ, നീ എന്റെ അപ്പനെ ചതിച്ചു കൊന്നല്ലേടാ? ഇട്ടിയും പീലിയും ഒരുമിച്ച് വളർന്നു, അവരൊരുമിച്ച് തന്നെ പോട്ടടാ. ഈ കടലാസുകളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ചാകുന്നതിന് മുമ്പ് പീലിച്ചായൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. മോനെ ഈപ്പച്ച, നിന്റെ അപ്പനെ ഞാൻ കൊന്നു. അതിന്റെ പ്രായച്ചിത്തായിട്ട് എന്റെ എസ്റ്റേറ്റുകളൊക്കെ നീ എടുത്തോടാന്ന്. അല്ല എന്ന് വെച്ച് പ്രാക്ക് കിട്ടുന്ന പണിക്കൊന്നും ഞാനില്ല. ഈ വീടും ചന്തയിലുള്ള കടമുറികളും തിയേറ്ററും നിനക്ക് തന്നെ. അത് മതിയല്ലോ കുട്ടപ്പ, നിനക്കൊരു ചെറുക്കനല്ലേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആ കുരുത്തം കെട്ട ചെറുക്കൻ എവിടെടാ? കൊല്ലടാ അവനെ. എടാ പിടിക്കാൻ, പിടിക്കടാ. ഒരു കൊച്ചു ബേബി, ചാണ്ടി ചായനെ കൊല്ലല്ലടാ. എടാ ഒരു അബദ്ധം പറ്റി പോയതാടാ. പുറകെ ചെന്ന് കൊല്ലടാ അവനെ. വിഷവിത്താവൻ, വിഷവിത്ത്. ആ വിത്ത് മൂത്ത് വരാൻ ഇനി സമയമെടുക്കും. പക്ഷേ മൂത്ത് മൂത്ത് കാതിലുറച്ചു പോയ നീ എനിക്കൊരു പ്രശ്നമാണ്. പറഞ്ഞു കേട്ടെടുത്തോളം ഇൻബോൺ ക്രിമിനലാണ് ഈപ്പൻ. അയാളെ കുട്ടപ്പച്ചാൻ വീണ്ടും വിശ്വസിച്ചത് എന്താണ്? തിരുമണ്ടനല്ലേ ഇത്, ഭീരു. പീലിച്ചായൻ പക്ഷേ കിടിലൻ കക്ഷിയായിരുന്നു. സാക്ഷാൽ തസ്കരവീരൻ. വേഷം മാറുന്നതിൽ അതിവിദഗ്ധൻ. ശരിക്കും ഒരു കലാകാരൻ. ആ മഹാകള്ളന്റെ മകൻ ദാ കിടക്കുന്നു, കണ്ടപറ്റി ചളുക്കും കൊണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലം ഗ്രാമീണരായ കൈത്തൊഴിലുകാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 1 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നു. പക്ഷെ ഇതിൻ്റെ പേരിൽ മുതലെടുത്തത് ഈപ്പച്ചനെ പോലുള്ളവരാ. അവൻ്റെ മലയിൽ സ്പിന്നിങ് മിൽ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അത് ശരിക്കും അവൻ്റെ അല്ല. കൊല്ലംകോട്ടിലുള്ള കുറേ പാവ നെയ്ത്തുകാർ ലോൺ എടുത്തുണ്ടാക്കിയതാ. ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും കുട്ടപ്പനെ പിടിച്ച് മുന്നിൽ നിർത്തിയതോടെ നെയ്ത്തുകാർക്ക് വിശ്വാസമായി. അങ്ങനെ എല്ലാവരും കൂടി ഒരു സഹകരണ സംഘം തുടങ്ങുന്നു. പുതുക്കാടുള്ള കുട്ടപ്പൻ്റെ 10 ഏക്കർ റബ്ബറാണ് കമ്പനിയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെയ്ത്തുകാരുടെ വീതമെന്ന് പറയുന്നത് അവൻ്റെ കിടപ്പാടം. ഈപ്പൻ വെറും 1000 രൂപ ഷെയറുള്ള സാധാ മെമ്പർ. പക്ഷെ 5 കൊല്ലത്തിനുള്ളിൽ കുട്ടപ്പനും നെയ്ത്തുകാരും പുറത്ത്. സംഘം ഈപ്പൻ്റെ വകയായി. ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ചവിട്ടി മിതിക്കാൻ ഒരുത്തൻ വരും. അല്ലെങ്കിൽ ഞാൻ വരുത്തും. ആരെ വരുത്തും? എൻ്റെ പീലിച്ചായൻ്റെ കൊച്ചുമോനെന്ന് പറഞ്ഞാ എൻ്റെ കൂടെ കൊച്ചുമോനാ. ഞാൻ പറഞ്ഞാൽ അവൻ വരും. കൊച്ചു ബേബി. കൊച്ചു പിള്ളേരൊക്കെ വന്ന് ടീപ്പിനിട്ട് എന്ത് ചെയ്യാനാ? അവനിപ്പോ കൊച്ചു ബേബിയല്ല, അറക്കളം ബായ്. ബോംബെ. അങ്ങേരും കള്ളനാണോ? ടെക്നിക്കലി സ്പീക്കിംഗ് കള്ളൻ തന്നെയാ.
പക്ഷേ ഇത് റേഞ്ച് വേറെ മഹാ അണ്ടർവേൾഡാ. നാട്ടുകാരെ ടെലഗ്രാം, ഇതാ ഒരു ടെലഗ്രാം. മൈ ഡിയർ ഗാവാലം, ദിസ് ഈസ് ഫ്രം ബോംബെ അണ്ടർവേൾഡ്, ഫ്രം അറക്കളം ബായ്. അറക്കളം പീലിന്ന് കേട്ടിട്ടുണ്ട്, അറക്കളം കുട്ടപ്പൻ ചേട്ടനെ അറിയാം. അവൻ ആരുടെ ഈ അറക്കളം ഭായ്? ആർക്കാ കമ്പി? ടു മിസ് മീനാക്ഷി തമ്പുരാട്ടി, ശ്രീനിലയം, പാണപ്പുഴ. കമ്മിങ് ടുമാറോ, അരക്കളം ബായ് അലിയാസ് കൊച്ചു ബേബി. എടാ അവന്മാരെ, നമ്മുടെ കുട്ടപ്പന്റെ മകൻ കൊച്ചു ബേബി വരുന്നെന്ന്. എടാ രാമോ, ദീപോ, ഇക്ബാലെ, ഇറങ്ങി വാടാ കുരുത്തൻ കെട്ടവന്മാരെ. എന്താ അമ്മച്ചി? ആഹാ, ക്ലാസ്സിൽ പോകാതെ മുറി അടച്ചിട്ട് പൊരുന്നിരിപ്പാണല്ലേ. ഞങ്ങൾക്ക് സെമസ്റ്റർ പരീക്ഷയാ. ഇനി പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യമല്ല, നിന്റെയൊക്കെ കാലൻ വരുന്നു. കൊച്ചു ബേബി. അതിന് കൊച്ചു ബേബി വരുന്നവൻ എന്താ പ്രശ്നം? ഇവര് ഞാനും തമ്മിൽ പ്രശ്നമുണ്ടല്ലോ. വാടക തരാതെ പറ്റിക്കണ ഇവന്മാര്. അമ്മച്ചി വേണമെങ്കിൽ ഞങ്ങൾ എങ്ങ് ദത്തെടുത്തു. ഈ സൈസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ ദത്തെടുത്തവൻ വരുന്നുണ്ട്, കൊച്ചു ബേബി. ഈ തള്ളക്കെന്താ കൊച്ചു ബേബിയെ കുറിച്ച് പറയുമ്പോ ഒരു ഇളക്കം? ഇവരറക്കളം പീലിയുടെ ചരക്കായിരുന്നു, കാമുകി. ഈ പ്രായത്തിലാ? അന്ന് അവര് ചെറുപ്പായിരുന്നില്ലേ? ഈ പ്രേമം കാരണമല്ലേ അവര് കെട്ടാമങ്കിയായിട്ട് നിന്നു പോയത്. കൊള്ളക്കാരന്റെ മുതലയിൽ ആരെങ്കിലും കൈവെക്കോ? റിസ്ക് അല്ലേ? എന്നാലും ആയ കാലത്ത് ആർക്കെങ്കിലും ഈ റിസ്ക് എടുക്കായിരുന്നു. എടാ സുഗത, നീ ടെലിഗ്രാം പൊട്ടിച്ചു വായിച്ചോ കവലയില്? പൊട്ടിച്ചില്ല, പക്ഷെ വായിച്ചു. അതെങ്ങനെ? ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും. ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും. എന്നാലും ഈ റിസ്ക് ആർക്കെങ്കിലും എടുക്കായിരുന്നു. എന്റെ ഗുരുവായൂരപ്പ, ഇത്രയും കാലം എങ്കാണ്ടൊക്കെ കിടന്നേച്ച് വരുന്ന വരവാ. തറ വേലയൊന്നും കാണിക്കാതെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് നീ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വേണ്ടില്ലായിരുന്നു. എന്തേന്നു? എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാവരും കണ്ടല്ലോ, ദിസ് ഈസ് അറക്കളം ബായ്, ദാവൂദ് ഇബ്രാഹിമിന്റെ മുതലാളി. അറക്കളം ബായിയോ? അറക്കളം പീലിയുടെ കൊച്ചുമകൻ അറക്കളം ബേബി. ആദ്യ വെടി ഈ പച്ച മുതലാളിയുടെ ബോർഡില്, അടുത്ത വെടി
കരിനാക്കെടുത്ത് വളയ്ക്കാതെ പട്ടി. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാ, മുതലാളിന് ജീവന് ഭീഷണിയുണ്ട്. നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അല്ല മുതലാളി, സുഗതം പറഞ്ഞതിൽ കാര്യണ്ട്. തിരുനെറ്റിക്കിട്ട് വെടിവെച്ച കാറ്റുപോത്ത് വരെ വീഴും. പിന്നെ ഈ എളുപ്രാണിയായ മുതലാളി. പോയ സുഗത, ആരെ വീഡിയോക്ക് നീ പറഞ്ഞേ? മുതലാളി ഇങ്ങനെ വെള്ളം കുടി കുടി. ആ തീർത്ത് കുടി. ഇങ്ങനെ ഇങ്ങ് വന്നിന്ന് ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. അതിൽ നിന്ന് എഞ്ചിൻ കൂടി തകർത്തിട്ടേ പോവുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊച്ചു ബേബി അല്ല മുതലാളി, നമ്മൾ ശ്രദ്ധിച്ചിരുന്ന വെടി വരുമ്പോ ഒഴിയാൻ പറ്റുമോ? ഞാനൊരു തമിഴ് സിനിമയിൽ കണ്ടേ. ആരെ? നിന്റെ അച്ഛനെ? എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ. പിള്ളേരെ വിവരം അറിയിക്കണ്ടേ? ആ മുടിഞ്ഞോന്മാരൊക്കെ ഓരോ പട്ടണങ്ങളിലല്ലേ. ഇവരറിഞ്ഞു വരുമ്പോ ചിലപ്പോ എന്റെ തലി ഉണ്ടാവില്ല. മുതലാളി വിഷമിക്കണ്ട, വിവരം നമുക്ക് പോലീസ് അറിയിക്കാം. അല്ല ബേബി അങ്ങോട്ട് പോയിന്നാ സുഗതം പറഞ്ഞേ? മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് എരുതിയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നവളാ അവള്. ബേബിയുടെ ഒരു അണ്ടർവേൾഡ്. അവൻ അവിടെ അണ്ടർവേൾഡ് ഒന്നല്ല, അണ്ടർവയർ കച്ചവടം. ഫുട്പാത്തില് മീഡിയം സൈസ്, ലാർജ് സൈസ്, മഞ്ഞ, പച്ച, ചോപ്പ്. ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ. ദീപു, മരണം എന്താണ്? നമ്മുടെ മരണമാണടാ ആ കാറിൽ നിന്ന് ഇറങ്ങിയത്. മീനാക്ഷി അമ്മ പറഞ്ഞത് പുളുവല്ല രാമു, ഇവൻ ഭീകരൻ. ഇനി എന്താണ് ഒരു വഴി ബാലു? പാലായനം. മീനു, യു ആർ സ്റ്റിൽ യങ്. ഒരു കൊച്ചു പെണ്ണ്. നീ അങ്ങ് വല്ലാതെ വളർന്നരടാ കൊച്ചു ബേബി. ഡൈയാന്നോ? നീലിപ്പൃങ്ങാതി. ആ നീ കണ്ണൊന്നടച്ചേ. കർപ്പൂരം കെടാറായി. ഇത് പീലിച്ചായും തന്നെ. തൊട്ടടുത്ത് നീ ഇങ്ങനെ കടാമുട്ടനായി നിൽക്കുമ്പോ പീലിച്ചായൻ മഴക്കോട്ട് ഇട്ടോണ്ട് വരും പോലെയുണ്ട്. മഴക്കോട്ടോ? ഇത് ഗോണിബെയറിന്റെ ട്യൂട്ട് സൂട്ടാണ്, മെയ്ഡ് ഇൻ പാരീസ്. ജെയിംസ് ബോണ്ടുമാര് തലമുറകളായിട്ട് ഇട്ടുകൊണ്ട് വരുന്ന സ്യൂട്ട്. ആഹാ, അത് പറ. അത്രയും പഴയതാണോ? കണ്ടോമാറ്റ അളവിന് തയ്ച്ചത് നിനക്ക് എങ്ങനെയാടാ ചേരുന്നത്? ഇന്ന് വൈകിട്ട് എന്റെ മോന് ചന്തേന്ന് നല്ലൊരു മഴക്കോട്ട് മേടിച്ചു തരാം. ആഹാ, അപ്പോ നീ ശരിക്കും അണ്ടർവേൾഡാ? പിന്നല്ലാതെ. ഇതിന്റെ അകത്ത് ആരാടാ ഇബ്രാഹിം കുഞ്ഞ്? ഇബ്രാഹിം കുഞ്ഞ്? ആ, ഈ കള്ളക്കടത്തുകാരന്റെ ഒക്കെ തലവനെ. ആവോ, ദാവൂദ് ഇബ്രാഹിം. അവൻ പനിയായിട്ട് കിടക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടു. ഇത് അമ്മച്ചിടാ പേയിങ് ഗസ്റ്റുകളല്ലേ? ഇവന്മാരതിനെ ഓടുന്നേ? പേടിച്ചിട്ടാ. എന്തിന്? ഞാൻ അവന്മാർക്ക് കൊടുക്കാൻ പാന്റ് ഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മച്ചി എന്റെ പേരും പറഞ്ഞ അവന്മാരെ വരട്ടിയോ? ലേശം വാടക തരില്ലെന്നേ കുരുത്തം കെട്ടവന്മാര്. നീ വന്ന കാലം നിൽക്കാതെ അകത്തോട്ടൊന്ന് കയറിക്കേ. ഈ അണ്ടർവേൾഡന്മാർക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അതെ, ആദ്യം വന്ന കാര്യം ഈപ്പൻ. നീ അയാളെ ദേഹോപദ്രവം ഒന്നും ചെയ്യരുത് കേട്ടോ. അയാളുടെ കാശ് കൊടുക്ക, അപ്പന് ജയിലിൽ നിന്ന് പുറത്തിറക്ക. അതാ പ്രധാനം. മുതലാളി ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണു കാണില്ലേ? ദൈവം മുതലാളി. അയ്യോ,
സാറേ നാറ്റിക്കരുത്, ഞങ്ങൾ പരാധീനക്കാരാ. ഞാനൊരു എൻകൗണ്ടറിന് വന്നതല്ല അയ്യപ്പൻ പിള്ളേ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല പിന്നെ ഞാനും ഈപ്പച്ച മുതലാളിയായിട്ട് ഒരു ചെറിയ ബിസിനസ് ഡീലുണ്ട്. ഇത് അങ്ങോട്ട് കൊടുക്കുക, എന്റെ പെരയുടെ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. സംശയം ഞാൻ തോന്നുന്നു. ഒരു മിനിറ്റ് സർ, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനു മുമ്പ്, തുറക്കുന്നതിന് മുമ്പ് ഒരേ ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. എന്ത് ഡയലോഗ്? ഓപ്പൺ ദി ബോക്സ്. ഓ, ഓപ്പൺ ദി ബോക്സ്. താങ്ക് യു സർ. സൂം ചെയ്യടാ. സൂം ചെയ്യല്ലേ മുതലാളി? പൊന്നാണ് മുതലാളി. തിരിച്ചു വരുമ്പോ തന്നാ മതി. സർവീസ് പിസ്റ്റൾ പോലെ വഴി കളരുത്. 1.5 ലക്ഷത്തിന്റെ മുതലാ. ദേഹപരിശോധന വേണേ. അതൊന്നും വേണ്ട സർ. ഈ സാറിന്റെ ഒരു കാര്യം. അല്ല പിന്നെ ഇറങ്ങട്ടെ സാർ. ബ്ലാക്ക് കാറ്റ്സിനെ കൊണ്ടുപോകുന്നില്ലേ? ബ്ലാക്ക് കാറ്റ്സ് അല്ലോ, കണ്ടാൽ അറിഞ്ഞൂടെ? വൈറ്റ് കാറ്റ്സ്. വൈറ്റ് കാറ്റ്സ്. താനവിടെ മിണ്ടാന്നാ മതി, അവരൊന്നും ചെയ്യല. സർ, എന്തൊരു നല്ല മനുഷ്യൻ. എന്താ എന്താ? താനിവിടെ ഉണ്ടോ നോക്കിയതാ? ഞാനിവിടെ നിൽക്കല്ലേ. അപ്പൊ അത് പറഞ്ഞൂടെ? ഹലോ. ഹായ് ഗൈസ്. കൊച്ചു ബേബി ആളങ്ങോട് വളർന്നുവല്ലോ. ഈപ്പച്ചായനും വല്ലാതെ വളർന്നു. സെറ്റപ്പ് ഗംഭീരം. കണ്ട കുരുത്തെന്ന് പറഞ്ഞത് ഇതാ. കേട്ടില്ലേ ഈപ്പച്ചായനെ വിളിച്ചത്? അപ്പന്റെ സ്ഥാനം എനിക്ക്. എന്റെ തോക്കല്ലേ ഇത്? വെറും ചൈനീസ് മേക്കാ. വിലക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആക്യുറസി കുറവാ. പാപ്പനിട്ട് പിടിച്ച പെണ്ണമുഴും. പിന്നെ ലോക്കലി വിലസാൻ ഇതൊക്കെ മതി. താഴെ അണ്ടർവേൾഡുകാർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ പെപ്സിയോ സമൂസയോ? ഏയ് ഒന്നും വേണ്ട, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. നമുക്ക് അകത്തോട്ടിരിക്കാം. അപ്പൊ അണ്ടർവേൾഡുകാർക്ക് വിശക്കില്ലേ? അപ്പന്റെ ലോൺ എത്രയുണ്ട്? പലിശ അടക്കം കൃത്യം പറഞ്ഞ 10,62,612 രൂപ 55 പൈസ. ബേബിച്ചൻ നേരിട്ട് വന്നുകൊണ്ട് 10,62,612 രൂപ 55 പൈസയിൽ നിന്ന് 55 പൈസ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നശിക്കണി അങ്ങോട്ട് നശിക്കട്ടെ. സന്തോഷായില്ലേ? വളരെ സന്തോഷായി. ഇതേ ഒരു 11 രൂപയ്ക്ക് ഇത് മതിയാവുമെന്ന് നോക്കിയേ. ബേബിച്ച ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതല്ലടോ സ്വർണ്ണേ. അതിനെന്താ, ഒരച്ചു നോക്കാമല്ലോ. ഒരച്ചാ മാത്രം പോരാ, പിന്നെ അകത്ത് വിളക്കുണ്ടെങ്കിൽ ഒരച്ചാ അറിയില്ല. അറക്കണം, നന്നായിട്ട് അറക്കണം. മോനെ ഇത് കൊണ്ടുപോയി അറുത്തുകൊണ്ടുവന്നേ. ഇത് ഒറിജിനലാ. ഇപ്പൊ വിശ്വാസമായല്ലോ? ഇല്ല, മൊത്തം അറക്കണം. നമ്മുടെ ഇടപാട് തീർക്കാനുള്ള സ്വർണമായി. സത്യം പറയാലോ ബേബിച്ച, ഇത്ര ഒറിജിനൽ സ്വർണ്ണമൊന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല അല്ലേ? ശരിയാ. അപ്പൊ നമ്മൾ തമ്മിൽ ഇടപാട് തീർന്നേ. ഇപ്പച്ചായോ, ഒരു വില വെച്ച് ഇത് കൂടെ അങ്ങ് എടുത്തു. എനിക്ക് വഴിച്ചെലവിന് ഇച്ചിരി കാശ് വേണം. അറക്കണം. അറുത്തോ? നന്നായിട്ട്